വികാസ് ഒരു ഗോകാർട്ട് റേസറാണ്. അവൻ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവന് ഇന്ത്യക്ക് വേണ്ടി ഗോകാർട്ടിംഗ് ചെയ്യണമെന്നുണ്ട്. അവന് സ്വന്തമായി തന്റെ കയ്യിൽ ഒരു ഗോകാർട്ടിംഗ് ഉണ്ടായിരുന്നു. അവനൊരു വലിയ കുടുംബത്തിലെ ചെറുക്കനാണ്. മോനെ, നിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? വളരെ നന്നായിട്ടുണ്ടായിരുന്നു മോം. അടുത്ത മാസം നിനക്ക് നാഷണൽ ലെവൽ റേസ് ഉണ്ട്. അതെ അച്ഛാ, എല്ലാം ശരിയായിട്ട് പോകുന്നുണ്ടല്ലേ? അതെ അച്ഛാ, ഡയറ്റും സൂപ്പർ, പ്രാക്ടീസും പോകുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമെന്ന്. വളരെ നല്ലത് മോനെ, ഞങ്ങൾക്ക് ആ വിശ്വാസം എന്റെ മേലെ ഉണ്ട്. വികാസിന്റെ അച്ഛനും അമ്മയും അവൻ എന്തെങ്കിലും ഒരു ദിവസം വലിയൊരു ഗോകാർട്ട് റേസർ ആകണമെന്ന് വിചാരിച്ചു. മനോജ് സാർ ഒരു വലിയ ബിസിനസ്മാൻ ആണ്. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നുപോയി. ഉടനെ അദ്ദേഹത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തു. മനോജ് സാറിന്റെ ഹെൽത്ത് ഇപ്പൊ ശരിയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. എന്തു പറ്റി ഡോക്ടർ? അദ്ദേഹത്തിന് അറ്റാക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വലതു ഭാഗമൊക്കെ പാരലൈസ് ആയി. ഇനി അദ്ദേഹം എപ്പോഴും ബെഡിൽ തന്നെ ഉണ്ടാവും. വികാസും മീനയും ഇക്കാര്യം കേട്ടതും വിഷമത്തിലായി. മനോജ് സാറിന്റെ ഈ ഹാർട്ട് അറ്റാക്ക് കാര്യം വലിയൊരു ഹോട്ട് വിഷയമായി പരന്നു. പിന്നെ ഒരു ദിവസം കൊണ്ട് അവരുടെ ഷെയർസ് മൊത്തം ഉയരത്തിൽ നിന്നും താഴേക്കിറങ്ങി. ഷെയർ മാർക്കറ്റിൽ വലിയ കുഴപ്പം തന്നെ സംഭവിച്ചു. മനോഹർ സാറിന് വരാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത ബോർഡ് ഡയറക്ടർ എല്ലാ കാര്യങ്ങളും നോക്കി. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം രാത്രി കൊണ്ട് അവരുടെ കമ്പനി ബാങ്ക് കറപ്റ്റായി. ബാങ്ക് അവരുടെ പ്രോപ്പർട്ടി, വീട് എല്ലാം തന്നെ ചീസ് ചെയ്തു. വികാസിന്റെ ഗോകാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ചീസ് ചെയ്തു. വികാസിനും മീനയ്ക്കും എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല. വികാസ് തന്റെ അമ്മയെയും വിളിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ താമസിക്കാനായി ചെന്നു. മോനെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഈ അവസ്ഥ തുടർന്നാൽ എങ്ങനെയാ? അതെ അമ്മേ, പക്ഷെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ? നിന്റെ കൂട്ടുകാരന് നമുക്ക് താമസിക്കാൻ ഈ വീട് നൽകി. പക്ഷെ നമുക്ക് എപ്പോഴും ഇവിടെ താമസിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷെ അമ്മേ, നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? നിന്റെ അച്ഛനും ഞാനും ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഒരു ഹോട്ടൽ വെച്ചാണ്. ആ ചെറിയ ഹോട്ടൽ ഒരു വലിയ റെസ്റ്റോറന്റായി മാറി. ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഒരുപാട് റെസ്റ്റോറന്റുകൾ, അങ്ങനെ വലിയൊരു പണക്കാരായി. നമ്മളും ചെറുതായി എന്തെങ്കിലും തുടങ്ങണം മോനെ. ശരി അമ്മേ. എന്നെ കൊണ്ട് നിനക്ക് എല്ലാ ആഹാരവും ഉണ്ടാക്കി തരാൻ പറ്റും. പക്ഷെ നീ അതെങ്ങനെ വ്യാപാരം ചെയ്യും? വികാസ് ആലോചിക്കാൻ തുടങ്ങി. നീ എന്തുകൊണ്ടൊരു തള്ളുവണ്ടി കട വാങ്ങിക്കൂടാ? ഗോകാർട്ട് എങ്ങനെ ഉണ്ടാവുമേ? ഗോകാർട്ടിൽ ആഹാരം വിൽക്കാനോ? ഹാ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ? നമുക്കത് ചെയ്യാം. ഈ പുതിയ ഐഡിയ തീർച്ചയായിട്ടും നടക്കുന്ന എനിക്ക് വിശ്വാസം ഉണ്ടമ്മേ. ശരി മോനെ. മീന തന്റെ ജീവിതം ചെറുതായി തുടങ്ങി. ഇപ്പോൾ ജീവിതം വീണ്ടും അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. പക്ഷെ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു വീണ്ടും എല്ലാം ശരിയാക്കാൻ പറ്റുമെന്ന്. അടുത്ത ദിവസം മുതൽ മീന ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. വികാസ് തന്റെ ഗോകാർട്ടിൽ ബോക്സ് കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് ആഹാര സാധനങ്ങളെല്ലാം ആ ബോക്സിൽ കൊണ്ടുവന്ന് വെച്ചു. വികാസ് ഒരു വെജ് പ്ലേറ്റ് 100 രൂപ, പിന്നെ ചിക്കൻ പ്ലേറ്റ് 150 രൂപ. ശരി അമ്മേ. പിന്നെ ഓർമ്മ വെച്ചോളൂ, കസ്റ്റമേഴ്സിനോട് എപ്പോഴും സ്നേഹത്തോടെ വേണം പെരുമാറാൻ. ശരി അമ്മേ. മീന വികാസിനെ പറഞ്ഞയച്ചു. വികാസും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അവൻ തന്റെ ഗോകാർട്ട് എടുത്തുകൊണ്ട് വലിയൊരു കോളേജിന്റെ ഫ്രണ്ടിൽ പോയി നിന്നു. പിന്നീട് അവൻ അതിൽ ബോർഡിട്ടു, വെജ് പ്ലേറ്റ് 100 രൂപ, ചിക്കൻ പ്ലേറ്റ് 150 രൂപയെന്ന്. ഇതെന്താണ്? നിങ്ങൾ ഗോകാർട്ടിലാണോ ഈ ഭക്ഷണമൊക്കെ വിൽക്കുന്നത്? ആർ യു സീരിയസ്? അതെ, ഐ ആം ഡാം സീരിയസ്. എനിക്കൊരു വെജ് പ്ലേറ്റ് തരൂ. ആ പെൺകുട്ടി വികാസിന്റെ കയ്യിൽ 100 രൂപ നൽകി ഒരു വെജ് പ്ലേറ്റ് വാങ്ങി. ആ പെൺകുട്ടി വാങ്ങിയതും ഒരുപാട് ആളുകൾ അവിടേക്ക് ആഹാരം വാങ്ങാൻ വന്നു. പിന്നെ എല്ലാരും വികാസിന്റെ ഗോകാർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു. അവിടെയുള്ള കസ്റ്റമേഴ്സ് ഒക്കെ തീർന്നതിനു ശേഷം വികാസ് തന്റെ ഗോകാർട്ട് എടുത്തുകൊണ്ട് ഒരു മാളിന് പുറത്തു ചെന്ന് നിന്നു. അവിടെയും അതേ ബോർഡ് അവൻ വെച്ചു. ബോർഡ് കണ്ടിട്ട് കുറച്ച് ആളുകൾ അവന്റെ അടുത്തേക്ക് വന്നു. മോനെ, ഒരു വെജ് താലി തരൂ, എനിക്കൊരു ചിക്കൻ. വികാസ് 2 പേർക്കും ആഹാരം നൽകി. അത്ഭുതം തന്നെ. അദ്ദേഹം കഴിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു. പിന്നീടെന്താ, ഗോകാർട്ട് താബ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അടുത്ത ദിവസം മീന കൂടുതൽ ആഹാരമുണ്ടാക്കി. പിന്നെ വികാസ് വീണ്ടും ഒരു വട്ടം ഗോകാർട്ടിൽ ആഹാരവുമായി പുറപ്പെട്ടു. ഇന്നും അവൻ അതേ സ്ഥലത്തേക്കാണ് പോയത്. പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാരും കഴിച്ചു കഴിഞ്ഞതിനു ശേഷം ഗോകാർട്ടിനോടൊപ്പം ചേർന്ന് ഒരു ഫോട്ടോയും എടുത്തു. ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ? ആ, തീർച്ചയായും.
ആ പെൺകുട്ടി വികാസിന്റെ ഗോഹാട്ടിൽ ചെന്നിരുന്നു. എന്നിട്ട് അവൾ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അത് അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അടുത്ത ദിവസം വികാസിന്റെ ഈ ഫോട്ടോ ഒരു ബിസിനസ്മാൻ കണ്ടു. ഇദ്ദേഹം മനോഹർ സാറിന്റെ മകനല്ലേ? സെക്രട്ടറി വികാസ് സാറിനെ ഒന്ന് ഫോൺ വിളിക്കൂ. വികാസ് ആ ഫോൺ അറ്റൻഡ് ചെയ്തു. വികാസ്, ഞാൻ നിന്റെ അച്ഛന്റെ ഫ്രണ്ട് ബൽജിത്ത് സംസാരിക്കുകയാണ്. ഞാൻ നിന്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലും കണ്ടു. എന്താണ് പ്രശ്നം മോനെ, പറയൂ. വികാസ് അദ്ദേഹത്തോട് നടന്ന സംഭവത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു. എന്റെ കമ്പനി താഴെ പോയപ്പോൾ നിങ്ങളുടെ അച്ഛനാണ് എന്റെ ജീവൻ മുഴുവനും രക്ഷിച്ചു തന്നത്. പിന്നെ ഞാൻ ഇന്ന് വരെ ഈ ഉയരത്തിൽ നിൽക്കാൻ കാരണം നിങ്ങളുടെ അച്ഛനാണ് കാരണം. നിന്റെ അച്ഛൻ വേഗം തന്നെ ഗുണമടയും. ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ കാണാൻ വരാം. ബൽജിത്ത് ഡോക്ടറോട് സംസാരിച്ചു. പിന്നെ മനോഹർ സാറിനെ USA കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് ഒരു ന്യൂറോ ഓപ്പറേഷൻ നടത്തി. പിന്നെ അദ്ദേഹത്തിന്റെ പാരലൈസസ് ഗുണമാകാൻ തുടങ്ങി. ഈ ന്യൂസ് ഇന്ത്യയിലെ ന്യൂസ് ചാനൽ എല്ലാറ്റിലും വന്നു. വീണ്ടും ഒരു പ്രാവശ്യം മനു സാറിന്റെ കമ്പനി ഷെയർസ് ഒക്കെ ഉയരാൻ തുടങ്ങി. എല്ലാം ശരിയാകാൻ തുടങ്ങി. ഒരു മാസത്തിനു ശേഷം മനോഹർ സാർ വീണ്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പഴയ വീട്ടിലേക്ക് വന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു കിട്ടി. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? കഷ്ടപ്പെടുമ്പോൾ ഏതാണ് ശരിയെന്ന് തോന്നിയത് അത് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് ഗോകാർട്ട് ദാബ ഓപ്പൺ ചെയ്യാനുള്ള ഐഡിയയും കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ബൽജിത്ത് അങ്കിളും വന്നിരുന്നു. അദ്ദേഹം കൊണ്ടാണ് ഇത്രയും സംഭവം നടന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പല കൊല്ലങ്ങൾ മുമ്പ് നിങ്ങൾ എന്നെ സഹായിച്ചു. ഇന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ആ അവസരം കിട്ടി. നിങ്ങൾക്ക് ആ നന്ദി കടം കാണിക്കാൻ വേണ്ടിയാണ്. മുന്നോര് പറയുന്നത് ശരിയാണ്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എപ്പോഴോ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നമ്മളെ എന്തായാലും സഹായിക്കുമെന്ന്. മനോജ് സാറിന്റെ കുടുംബം എല്ലാ പ്രശ്നത്തിൽ നിന്നും എണീറ്റു നിന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അവർ കരുതിയതേയല്ല. പക്ഷേ മീനയുടെ മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു എല്ലാം അവളെ കൊണ്ട് ശരി ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണോ എന്തോ ദൈവവും അവൾക്ക് കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഒരു സാധാരണ ഗോകാർട്ട് ദാബ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാണ് പറയൂ. മനോജ് സാറും അദ്ദേഹത്തിന്റെ കുടുംബവും ചെയ്ത നല്ല കാര്യങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് കൈകൊടുത്തു. അതുകൊണ്ട് എപ്പോഴും നല്ലതേ ചെയ്യാവൂ.